ആലപ്പുഴ കായംകുളം ദേശീയപാതയിൽ കുഴിയിൽ വീണ് 2 അപകടങ്ങൾ. KPSCക്ക് സമീപം ഓടയ്ക്കായി നിർമ്മിച്ച കുഴിയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. കായംകുളം സ്വദേശി ആരോമലാണ് മരിച്ചത്. കമലായം ജംഗ്ഷനിൽ കുഴിയിൽ വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ദേവൻ MP ഉണ്ട്. ദേവൻ, ഈ ദേശീയപാതകൾക്കിടയിലെ കുഴികൾ, ഇത് കുറച്ച് കാലങ്ങളായി ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സേതു, ഇന്നലെ രാത്രിയാണ് ദേശീയപാതയിൽ തുടർച്ചയായ 2 അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഒരു അപകടത്തിലാണ് ഒരു യുവാവിന് മരണം സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നബിൻ ഷായാണ് ഇന്നലെ അത്തരത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവിടെ ഈ കായംകുളം KPSC ജംഗ്ഷന് സമീപമുള്ള സർവീസ് റോഡിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ട് ഡക്റ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായി എടുത്ത ഈ കോൺക്രീറ്റ് പാളിയിലെ കോൺക്രീറ്റിൻ്റെ ഇവിടെ ഒരു വലിയ ഒരു നിർമ്മാണം കാണാം. അത് താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു വലിയ കുഴിയിലാണ്. ആ കുഴിയിലേക്കാണ് ഈ സ്കൂട്ടറിൽ വന്ന യുവാവ് വന്ന് വീഴുന്നതും ഈ അപകടത്തിൽപ്പെടുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റി. ഇവിടെ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. സ്കൂട്ടർ പൂർണ്ണമായും ഈ കുഴിയിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ആഴം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ ഇവിടെ നേരത്തെ ആളുകളെല്ലാം നിന്ന് അത് കമ്പൊക്കെ കുത്തി കാണിച്ചപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ പൂർണ്ണമായും ഇവിടെ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വലിയൊരു കുഴിയാണ് ഇവിടെ ഈ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുഴിയിലേക്കാണ് ഈ ബൈക്ക് വന്ന് വീഴുന്നതും ആ കോൺക്രീറ്റ് പാളിയിലേക്ക് നെഞ്ചിടിച്ചാണ് ഈ ആള് വീഴുന്നതും എന്നൊക്കെയായിരുന്നു നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ആരോമലിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കായംകുളത്ത് തന്നെയുള്ള ഈ അപകടം നടന്നിടത്തു നിന്നും ഒരു 3 കിലോമീറ്റർ മാറി അപ്പുറം കായംകുളം KSRTC സ്റ്റാൻഡിന് സമീപം കൊമലാലയ ജംഗ്ഷനിൽ മറ്റൊരു അപകടം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് വീണുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഏതായാലും ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നുണ്ടോ? മുൻപും കുഴിയിൽ ആളുകൾ വീണിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെ വലുതായിട്ട് സംഭവം ഉണ്ടായിട്ടൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ടുള്ള നേരത്തെ ഇവിടെ വീണിട്ടുണ്ടോ? ഇല്ല, ഇവിടെ വീണിട്ടില്ല. ഈ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും അപായ സൂചനകളൊക്കെ വെച്ചാലേ ഏതെങ്കിലും ഈ അപായ സൂചനകളുടെയൊക്കെ ഒരു അഭാവം കൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഈ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരും ഒപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ തെറ്റുണ്ട് ഇതിനകത്ത്. കാര്യം എന്തെങ്കിലും ഇവിടെ ചെയ്ത് വെച്ചായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഒരു കുഴിയെടുക്കുക, അവിടെ പിന്നെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും അവരുടെ ആ ഭിത്തി പോലുള്ള സാധനം ഇവിടെ വെച്ചായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ അവരെ എങ്ങനെയും ഉണ്ടാക്കി വെച്ച് അങ്ങ് പോവും. ആരെങ്കിലും പാവത്തങ്ങൾ അറിയാൻ വയ്യാത്തവർ വന്ന് ഇതുപോലൊക്കെയുള്ള സംഭവത്തിൽ വന്ന് വീഴും. അത് ആരുടെയും കുറ്റമല്ല. അപ്പോൾ വീണ് കഴിയുന്നുണ്ടെങ്കിൽ അവൻ വെള്ളം അടിച്ചതാകും കഞ്ചാവ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വീഴാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആരുടെ ചുമതല? നാഷണൽ ഹൈവേയുടെ ചുമതലയാണ്. തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ് ഈ അപായ സൂചനകൾ ഒന്നും തന്നെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോഴേക്കും ഇവിടെ ഈ ഡേഞ്ചർ എന്നുള്ള റിബണും ഒപ്പം തന്നെ ബാരിക്കേഡും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് രാത്രി ഉണ്ടായിരുന്നതല്ല. ഈ അപകടം നടന്ന ശേഷം പോലീസ് എത്തിയതിനു ശേഷം ഇവിടെ ഇത്തരത്തിൽ ഈ മറച്ചിരിക്കുന്നതാണ്. ഈ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ദേശീയപാതയിലാണ് ആലപ്പുഴ കായംകുളം റൂട്ടിൽ 2 അപകടങ്ങളാണ്. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP.